പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചത്തിന് അതിൻ്റെതായ ഒരു താളവും ലയവും ഉണ്ട്. സകല ജീവജാലങ്ങളും ആ താളത്തിനൊത്താണ് ജീവിക്കേണ്ടത്. ജനനം, ജീവിതം, മരണം ഇവക്ക് പ്രപഞ്ച സൃഷ്ടാവ് ഓരോ ജീവജാലങ്ങൾക്കും സമയം നൽകിയിട്ടുണ്ട്. നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും ആ സമയം മാറ്റാൻ പറ്റില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത്, പ്രപഞ്ചം തീരുമാനിച്ചിരിക്കുന്ന ആ സമയം വരെ ചിലർ സുഖമായി ജീവിക്കുന്നു. മറ്റു ചിലർ രോഗങ്ങളും ദുഃഖദുരിതങ്ങളുമായി ജീവിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, പ്രപഞ്ചത്തിന്റെ താളത്തിനോട് പൊരുത്തപ്പെടാതെ ജീവിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ നമുക്ക് പ്രപഞ്ച സൃഷ്ടാവ് തന്നിരിക്കുന്ന സമയം വരെ ജീവിത തോണി തുഴഞ്ഞേ തീരൂ. അതിനു രോഗങ്ങളിൽ നിന്നും നമുക്ക് മോചനം വേണം. സന്തോഷകരമായ ജീവിതത്തിന് നമ്മൾ മനസ്സ് വയ്ക്കണം. തെറ്റായ ജീവിത ശൈലികൾ തിരുത്തണം. ആവശ്യമായ ചികിത്സകൾ തേടണം. ഒപ്പം മനസ്സിന് ധൈര്യം പകർന്നു കൊടുക്കണം. ഒട്ടുമിക്ക ആൾക്കാരും ആദ്യത്തെ 2 കാര്യങ്ങൾ ചെയ്യും. എന്നാൽ മനഃശക്തി കാത്തു സൂക്ഷിക്കില്ല. എപ്പോഴും ഇനി എന്തു ചെയ്യും എന്ന നെഗറ്റീവ് ചിന്തയും ഭാവിയെക്കുറിച്ച് ആദ്യം മനസ്സിൽ നിറയ്ക്കും. ഈ കാര്യങ്ങൾ മാറ്റാൻ തയ്യാറായാൽ മാത്രമേ ചികിത്സ ഫലിക്കുകയുള്ളൂ. സെൽഫ് ഹീലിംഗ് ആവശ്യമുള്ള അനവധി പേർ നമ്മുടെ ഇടയിലുണ്ട്. ഓരോരുത്തർക്കും സൗഖ്യം ആവശ്യമായ മേഖലകൾ പലതായിരിക്കും. ചിലർക്ക് അത് ശാരീരികം ആണെങ്കിൽ ചിലർക്ക് മാനസികമാണ്. ശാരീരികമായ രോഗങ്ങൾക്ക് നല്ല ചികിത്സ തേടണം. ഒപ്പം സെൽഫ് ഹീലിംഗും ആവശ്യമാണ്. കാരണം രോഗം സുഖപ്പെടുത്തുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. നമുക്ക് പരിചയമുള്ള കാര്യം ആണ്, തലേ ദിവസം രാത്രി നല്ല തലവേദനയുമായി കിടന്ന ആൾ പിറ്റേ ദിവസം രാവിലെ യാതൊരു കുഴപ്പവുമില്ലാതെ എഴുന്നേൽക്കുന്നത്. നമുക്ക് സ്വയവും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? രാത്രിയിൽ നമ്മെ സുഖപ്പെടുത്തുന്ന ആ വൈദ്യൻ ആരാണ്? അത് മറ്റാരുമല്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെയാണ്. അതായത്, നാം വിശ്രമിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നു. സെൽഫ് ഹീലിംഗിന് പ്രധാനമായും 3 സ്റ്റെപ്സ് ആണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് നമ്മുടെ വികാരങ്ങൾ ഒതുക്കി വയ്ക്കാതെ അത് പ്രകടിപ്പിക്കുക എന്നതാണ്. പല അവസരങ്ങളിലും നമ്മൾ നമുക്കുണ്ടാകുന്ന വികാരങ്ങളെ അടിച്ചമർത്തി വയ്ക്കാറുണ്ട്. ഇത് പല മാനസിക, ശാരീരിക രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഈ രോഗങ്ങൾ മാറണമെങ്കിൽ ഉള്ളിൽ അടിച്ചമർത്തിയിരിക്കുന്ന ദേഷ്യം, പക ഇവ പുറത്തേക്ക് പ്രകടിപ്പിച്ച് തന്നെ കളയണം. ഹീലിംഗിനുള്ള ആദ്യപടി ഈ വികാരങ്ങളെ നമ്മൾ തടയാതെ പുറത്തേക്ക് അനുഭവിക്കുക എന്നത് മാത്രമാണ്. രണ്ടാമതായി വേണ്ടത് പഴയകാലത്ത് മനസ്സിന് ഏറ്റ മുറിവുകളെ സുഖപ്പെടുത്തുക എന്നതാണ്. ഇങ്ങനെ മാനസിക മുറിവുകൾ ഉണ്ടാകാൻ പല കാരണങ്ങൾ കാണാം. അത് ധനനഷ്ടം ആകാം, ബന്ധങ്ങളിലുള്ള നഷ്ടമാകാം. ഇങ്ങനെ നഷ്ടങ്ങളുടെ ആഘാതം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നു. അതായത്, ഞാൻ സ്നേഹത്തിന് അർഹനല്ല. എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ചീത്തയായ കാര്യങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്. ഈ നെഗറ്റീവ് ചിന്തകൾ പണ്ടുമുതലേ ഉള്ളതാണ്. അത് ഓരോരോ സംഭവത്തോട് അനുബന്ധിച്ച് ഉണ്ടായതാവാം. പക്ഷെ അതിനെ സ്നേഹം കൊണ്ട് ഇതുവരെ സുഖപ്പെടുത്തിയിട്ടില്ല. ഇന്ന് നമ്മൾ സ്നേഹവും സഹാനുഭൂതിയും കൊണ്ട് അതിനെ സുഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. മൂന്നാമതായി വേണ്ടത് ജീവിതത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചുമുള്ള നമ്മുടെ തെറ്റായ ചിന്തകളെ മാറ്റുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുമ്പോൾ നമ്മുടെ ചിന്ത സ്വാഭാവികമായും എങ്ങനെയാണ്? നമ്മൾ നമ്മെ തന്നെ പഴിചാരും. നമ്മൾ അത് അർഹിക്കുന്നു എന്ന് കരുതും. ഇതും ഒട്ടും ശരിയല്ല. നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്നത് സൗഭാഗ്യത്തോടും സന്തോഷത്തോടും കൂടെ ജീവിക്കാനാണ് എന്ന സത്യം ആദ്യം തന്നെ നാം തിരിച്ചറിയുക. ഇത്തരം മനോഭാവങ്ങൾ മാറ്റാൻ ഏറ്റവും നല്ലത് ശക്തമായ അഫർമേഷൻസും മെഡിറ്റേഷനുകളുമാണ്. അതിനു വേണ്ടിയുള്ള മെഡിറ്റേഷൻ ആണ് ഇന്ന് നൽകുന്നത്. ഇത് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രോഗം ഭേദം ആയാലും നെഗറ്റീവ് ചിന്തകൾ കടന്നുവരാതിരിക്കാൻ കുറെ നാളത്തേക്ക് ഈ മെഡിറ്റേഷൻ തുടരണം.
നമുക്ക് മെഡിറ്റേഷൻ തുടങ്ങാം. സ്വസ്ഥമായി ഒരിടത്ത് ഇരിക്കുക. 3 തവണ ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. കൈകൾ യാചന രൂപത്തിൽ മടിയിൽ വെച്ച് റെക്കി എനർജി സ്വീകരിച്ചുകൊണ്ടിരിക്കുക. കണ്ണുകൾ അടക്കുക. ഇപ്പോൾ നിങ്ങളിലേക്ക് വെളുത്ത നിറത്തിൽ പ്രപഞ്ചിക ഊർജം കടന്നുവരുന്നതായി മനസ്സിൽ കാണുക. നിങ്ങളിലേക്ക് കടന്നുവരുന്ന റെക്കി എനർജിക്കും ദൈവത്തിനും നന്ദി പറയുക. തുടർന്ന് ഇപ്രകാരം പ്രാർത്ഥന തുടരുക. എനിക്ക് മനോഹരമായ ഈ ജന്മം നൽകിയതിന് ദൈവമേ അങ്ങേക്ക് നന്ദി. മനോഹരമായ ഈ പ്രപഞ്ചം നൽകി അനുഗ്രഹിച്ചതിന് ദൈവമേ നന്ദി. എനിക്ക് ദാനമായി തന്ന നല്ല കുടുംബത്തിന് നന്ദി. നല്ല മാതാപിതാക്കളെ നൽകിയതിന് നന്ദി. നല്ല ജീവിത പങ്കാളിയെ തന്നതിന് നന്ദി. നല്ല മക്കളെ നൽകിയതിന് നന്ദി. നല്ല അയൽക്കാരെയും ബന്ധുജനങ്ങളെയും തന്നതിന് നന്ദി. ഓ പ്രപഞ്ചനാഥ, എൻ്റെ ജീവിതം പൂർണ്ണമായും സമർപ്പിക്കുന്നു. എൻ്റെ കുറവുകൾ ക്ഷമിക്കണേ. എന്നെ അനുഗ്രഹിക്കണമേ. ഓ പ്രപഞ്ചനാഥ, എൻ്റെ രോഗവും ദുഃഖദുരിതങ്ങളും പൂർണ്ണമായും മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവയെല്ലാം മാറ്റാൻ കഴിവുള്ളവൻ അങ്ങ് മാത്രമാണ്. എൻ്റെ സൗഖ്യം അങ്ങിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ജനിക്കുന്നതിനും മുൻപേ ഈ കാര്യങ്ങൾ അങ്ങേക്ക് അറിയാം. എൻ്റെ പൂർണ്ണ സൗഖ്യം അങ്ങയുടെ പദ്ധതിയിലുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഓ ദൈവമേ, അങ്ങയുടെ സ്നേഹവും കരുണയും എന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സൗഖ്യമാവുമ്പോൾ എനിക്ക് ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്നെ വെറുക്കുന്നവരെ ഒരുപാട് സ്നേഹിക്കാൻ സാധിക്കും. ഞാൻ വെറുത്തവരെ ചേർത്തു നിർത്താൻ സാധിക്കും. എൻ്റെ ഇനിയുള്ള ജീവിതം പ്രപഞ്ചതാളത്തിന് അനുസരിച്ച് മാത്രമായിരിക്കും. ഓ പ്രപഞ്ച സൃഷ്ടാവേ, അങ്ങയുടെ കരുണ എന്നെ തീർച്ചയായും അത്ഭുതപ്പെടുത്തും. അങ്ങയുടെ ശക്തിക്ക് അതീതമായി എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഇതാ എന്നിൽ ദൈവികമായ സൗഖ്യദായക ഊർജം നിറയുന്നു. ആ എനർജി എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും കടന്നു ചെല്ലുന്നു. എൻ്റെ രോഗത്തെ അത് സുഖപ്പെടുത്തുന്നു. എനിക്ക് ഇപ്പോൾ നല്ല സുഖം തോന്നുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവാനായിത്തീരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇനി മുതൽ മാറ്റങ്ങൾക്ക് ഞാൻ തയ്യാറാണ്. ഇനി ഞാൻ കൂടുതൽ നന്മകൾ ചെയ്യും. എൻ്റെ സഹായം ആവശ്യമുള്ളവരെ കണ്ടെത്തി സഹായിക്കും. എൻ്റെ ജീവിതത്തിൽ ഇനി തെറ്റുകൾക്കായി ഞാൻ വാതിൽ തുറക്കില്ല. അസാധ്യമായത് എന്നിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിമാനുഷികമായ ശക്തി എന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പൂർണ്ണമായും സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നീ സുഖപ്പെട്ടിരിക്കുന്നു എന്ന അങ്ങയുടെ വാക്ക് എൻ്റെ ചെവികളിൽ മുഴങ്ങുന്നു. ഇപ്പോൾ നിങ്ങൾ കൈ മടിയിൽ നിന്നും എടുത്ത് രോഗമുള്ള ഭാഗത്ത് ചേർത്ത് വയ്ക്കുക. ഇതാ നിങ്ങളിൽ അഭൗമമായ ഒരു ചൈതന്യം നിറയുന്നു. ദൈവികമായ ഒരു സൗഖ്യദായക ശക്തി നിങ്ങളുടെ കൈകളിലൂടെ ശരീരത്തിലേക്കിറങ്ങുന്നു. ഇതാ നിങ്ങൾ സുഖപ്പെടുന്നു. നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ മനസ്സ് സന്തോഷത്തിൽ നിറയുന്നു. നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സമാധാനം അനുഭവപ്പെടുന്നു. നിങ്ങളുടെ ശരീരത്തിലെ വേദനകൾ എല്ലാം മാറുന്നു. നിങ്ങളുടെ അവയവങ്ങൾക്ക് പുതുജീവൻ ലഭിക്കുന്നു.
കണ്ണുകളിൽ ഒരു നവ ചൈതന്യം നിറയുന്നു. നിങ്ങളുടെ കാതുകളിൽ ഒരു സൗഖ്യദായകമായ സ്വരം നിറയുന്നു. ഒരു പിതൃവാത്സല്യം നിങ്ങളെ തലോടുന്നതായി നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങളുടെ രോഗവും പ്രശ്നങ്ങളും പൂർണ്ണമായും മാറിയതായി നിങ്ങൾക്ക് ബോധ്യമാവുന്നു. നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ പറയുന്നു: എൻ്റെ സൗഖ്യം പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വരദാനമാണ്. ഈ സൗഖ്യം എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ സൗഖ്യത്തിൽ ദൈവിക സാന്നിധ്യം ഞാൻ തിരിച്ച് അറിയുന്നു. ഈ സൗഖ്യം പൂർണ്ണമാണ്. ഞാൻ ഇതൊരിക്കലും നഷ്ടപ്പെടുത്തില്ല. ഞാൻ എന്നും പൂർണ്ണ ആരോഗ്യവാനായി ജീവിക്കും. എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നതിന് പ്രപഞ്ച സൃഷ്ടാവേ, അങ്ങേക്ക് 1000 നന്ദി. കൈകൾ കൂട്ടിത്തിരുമ്മി ചൂടാക്കി കണ്ണുകൾക്ക് മുകളിൽ വെക്കുക. 3 തവണ ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. കണ്ണുകൾ തുറക്കുക. മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു ഗോഡ്.